الحمد لله نحمده ونستعينه ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما فمن يريد الله أن يهديه يشرح صدره للإسلام ومن يريد أن يضله يجعل صدره ضيقا حرجا كأنما يسعر في السماء كذلك يجعل الله الرجس على الذين لا يؤمنون സ്നേഹമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ അല്ലാഹുവിന്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ധാർമ്മികതയുടെ പ്രസക്തി വീണ്ടും വീണ്ടും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ അത്തരം വാർത്തകൾക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ലോകം മുഴുവനും ഞെട്ടിത്തരിച്ച ഒരു വാർത്തയുടെ പശ്ചാത്തലത്തിലാണ് ഇന്ന് നമ്മളെല്ലാവരും വിജനമായ ഒരു രീതിയിൽ ബാലപീഡനത്തിലുള്ള ചെറിയ പെൺകുട്ടികളെ അവർ കുട്ടിയുമൊക്കെ ഭൂമിവൃത്തത്തിന്റെ സന്ദർഭത്തിൽ പ്രസവിച്ച ശിശുക്കളെ ഏറ്റെടുത്ത് അല്ലെങ്കിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വില കൊടുത്തു വാങ്ങി അല്ലാതെ ചെറിയ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ആ രീതിയിലെത്തിച്ച് ലോകത്തെ ഏറ്റവും ഉന്നതമായ രാഷ്ട്രങ്ങളും നിലവന്മാരും വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരും സമ്പന്നന്മാരും കലാകാരന്മാരും ലോകത്തെ ഏതെല്ലാം തുറകളിൽ അത്യുന്നതങ്ങളിൽ വിരാജിക്കുന്ന ആളുകളുണ്ടോ അവരെല്ലാവരും ആ ബാലപീഡനത്തിൽ പങ്കാളികളാണെന്നതാണ് വസ്തുത. സത്യത്തിൽ ഔദ്യോഗികമായി തന്നെ അമേരിക്കയിലെ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ആ വാർത്ത, ആ ഫയൽ പുറത്തുവിട്ടിരിക്കുകയാണ്. ഈ സന്ദർഭം എക്സ്ട്രീം ഫയൽ എന്ന് പറയുന്ന ആയിരക്കണക്കിന് പേജുകളുള്ള വളരെ വിശാലമായ വീഡിയോ ചിത്രങ്ങളുള്ള ലോകത്തെ തന്നെ എത്തിച്ച ഒരു വലിയ രഹസ്യം പുറത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഈ വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് ധാർമ്മികതയുടെ പ്രശ്നം അത് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസം കൊണ്ട് മാത്രമേ സാധ്യമാകുമെന്ന് വിളിച്ചു പറയുന്ന ഒരു സംഭവം.
അതായത് ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാരാണ്. ശാസ്ത്രത്തിന് പറ്റുമെന്നാണ് ലോകത്തിൽ പറയുന്നത്. ശാസ്ത്രത്തിന് പറ്റും ധാർമ്മികതയുണ്ടാകും, സാധ്യമല്ലെന്നാണ് വിളിക്കുന്നത്. ലോകത്തെ മുഴുവൻ ജനങ്ങളോടും ഏറ്റവും കാരുണ്യത്തോടുകൂടെയും ബുദ്ധിപദ്ധതിയോടുകൂടെയും പെരുമാറേണ്ട രാഷ്ട്ര തലവന്മാരാണ് അതിൽ മിക്കവാറും പ്രതികളായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധാർമ്മികത എന്നുള്ളതിന്റെ പ്രസക്തി നമ്മൾ എപ്പോഴും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വളരെ പ്രാധാന്യം. കാരണം ഒരാൾ കാണിക്കാന്നുണ്ടെങ്കിൽ പിന്നെ എന്താ ചെയ്താൽ ഈ ചോദ്യം പ്രസക്തമായ ചോദ്യം. ആരും അറിയില്ലെങ്കിൽ എന്താണ് ചെയ്താൽ ഈ വിജനമായ സ്ഥലത്ത് ആരും റെക്കോർഡ് ചെയ്യാൻ ഒരു കാലത്തും പുറത്തു വരികയില്ലെങ്കിൽ എന്ത് വേണ്ടാത്തരവും ചെയ്തുകൂടെ എന്ന ചോദ്യമാണ്. ഇത് പാടിയെന്ന് പറയാൻ വിശ്വാസത്തിനെ എല്ലാ രഹസ്യങ്ങളെയും സ്വകാര്യതകളെയും അറിയുന്നവനാണ് അള്ളാഹു. അതുകൊണ്ട് അള്ളാഹു അറിയാവുന്ന ഒരു സ്ഥലം ഭൂമിയിലാണ് വ്യതിചരിക്കാൻ, സമ്മാനത്തിൽ ചെയ്യാൻ, പടക്കം കാണാത്ത ഒരു സ്ഥലം, അവർ വിശ്വാസിക്കാൻ അങ്ങനെ ഒരു സ്ഥലം ഭൂമിയിലില്ല. ആരും കാണാതെ ഒരു ശില്പം ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ഭൂമിയിൽ എവിടെയും ഇല്ല. അത് വിശ്വാസിക്ക് മാത്രമേ ഇല്ലാത്തുള്ളൂ, ബാക്കിയുള്ളവർക്കൊക്കെ. ഒരുപക്ഷെ എല്ലാവരും മാന്യന്മാരായി ജീവിക്കുന്നത് എന്തുകൊണ്ടാണ്? രഹസ്യങ്ങൾ ഉണ്ട് എന്നതുകൊണ്ടാണ്. രഹസ്യങ്ങളില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ആരെങ്കിലും മാന്യന്മാരായിട്ട് ഉണ്ടാകുമോ എന്ന് ചിന്തിച്ചു പോകുന്നതാണ് ഈ വാർത്തകൾ. മാത്രമല്ല ആരും കണ്ടില്ലെന്ന് വിചാരിക്കാം. മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും ഒന്നും എഴുതാതെ പോകും. എല്ലാവരും സാക്ഷികളായി മലക്കുകൾ എഴുതിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ജീവിച്ച് മരിക്കുന്നതിനിടയ്ക്കുള്ള ഒരു സന്ദർഭവും രേഖയിൽ നിന്ന് വിട്ടുപോകുന്നില്ല. ആ മലക്കുകൾക്ക് എഴുതാൻ പറ്റാത്ത ഒരു സ്വകാര്യ നിമിഷം ജീവിതത്തിൽ എവിടെയും ഉണ്ടാകുന്നില്ല. യമലമൂലമാത്ത ഫലു നിങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാം അറിയും. ഏറ്റവും വലിയ രഹസ്യം എവിടെയാണ്? മനസ്സിന്റെ ഉള്ളിലാണ്. മനസ്സിന്റെ ഉള്ളിലുണ്ടല്ലോ വെക്കാം. ആ മനസ്സിന്റെ ഉള്ളിൽ അറിയുന്നത് അറിയുന്നവന്റെ മുന്നിൽ പിന്നെ രഹസ്യങ്ങളുണ്ട്. മനസ്സിന്റെ ഉള്ളിലുള്ളത് അറിയുന്നവന്റെ മുന്നിൽ പിന്നെ രഹസ്യങ്ങളുണ്ട്. പിന്നെ രഹസ്യങ്ങളില്ലല്ലോ. ഇവിടെ ആരും ശിക്ഷിച്ചില്ലെന്ന് വിചാരിക്കാം. എല്ലാം തെളിവുകളും നശിപ്പിച്ചെന്ന് വരട്ടെ. എന്നാൽ പോലും നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ ഇവിടെ കൈകൾ സംസാരിക്കും, അവയവങ്ങൾ സംസാരിക്കും, തൊലികൾ സംസാരിക്കും. ആരുടെ തിന്മ ചെയ്യുമ്പോൾ തന്റെ തൊലികൾ സാക്ഷിയായി, തന്റെ കൈകാലുകൾ സാക്ഷിയല്ലേ? അതൊന്നും സാക്ഷിയില്ലാതെ ഒരാൾക്കൊന്നും ചെയ്യാം. എല്ലാം സാക്ഷി പറയുന്നത് പരലോകത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ എല്ലാം തെളിയിക്കപ്പെടുമെന്ന കാര്യം ഉറപ്പാണ്. എത്രമാത്രം അറപ്പും വെറുപ്പും ഉണ്ടാക്കുന്ന തിന്മകളാണ്, അധാർമികതകളാണ് അവിടെ അരങ്ങേറിയത് എന്നാണ് ആ ചിത്രങ്ങളിൽ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ധാർമ്മികത പ്രസക്തമായ കാര്യം. ഇസ്ലാം ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നതാണ് യഥാർത്ഥത്തിൽ ഈ തത്വ നമ്മൾ പറയുന്നത്. തത്വ എന്ന് പറഞ്ഞാൽ എന്താ? തെറ്റായ കാര്യങ്ങളിൽ ഒത്തു നിൽക്കുക, നല്ലതാണെന്ന് എന്തൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടോ അതൊക്കെ ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ടതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന് എപ്പോഴും ആവർത്തിച്ച് പുതുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ തത്വ ധാർമ്മികത എന്ന് പറഞ്ഞാൽ. ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് 12 മാസങ്ങളിൽ ഒരു മാസം റമളാനാണ്. എന്തിനാണ് റമളാൻ? ജനലക്കും തത്വവും നന്തക്കും ഉണ്ടാക്കാൻ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിർബന്ധിതമായി അള്ളാഹു എന്തിയാണ് അവരെ തത്വ പരിശീലിപ്പിക്കാൻ വേണ്ടി അള്ളാഹു ഒരു മാസം നിശ്ചയിച്ചിട്ട് ഒരു മാസം പൂർണ്ണമാണ്. അതിനകത്ത് സാധ്യമാകുന്നില്ല. ഇവിടേക്ക് എവിടെയാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത്? മനുഷ്യന്റെ ആസ്വാദനങ്ങൾക്കും താല്പര്യങ്ങളും വരുമ്പോൾ തൽക്കാല വികാരങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ആർക്കും പറ്റുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് ഒരുപക്ഷെ വിവാഹിതരാവാത്ത ചെറുപ്പക്കാരന് പോലും തന്റെ വികാരങ്ങളെ യുവത്വത്തിൽ പിടിച്ചു നിർത്താൻ ഉള്ള പരിഹാരമായി ഇസ്ലാം നിശ്ചയിച്ചത് എന്താണ്? നോമ്പാണ്. നോക്കുകൊണ്ട് പറ്റുന്നതാണ്. നോമ്പ് എന്ന ഓരോ നിമിഷത്തിലും നമ്മൾ തടുത്തു വയ്ക്കാനുള്ള പരിശീലനമാണ്. തടുത്തു വയ്ക്കാനുള്ള പരിശീലനം നമ്മുടെ മനസ്സിനെ പിടിച്ചു വലിക്കുന്ന തിന്മകളിലേക്ക് പോവാതെ നിന്ന് ശീലിക്കാനാണ്. അസമയത്ത് ഭക്ഷണം കഴിച്ച് പകലിൽ മുഴുവൻ സമയത്തും കണ്ണിൽ തുറന്നു വയ്ക്കുന്ന പകലിൽ കണ്ണിനെ നിയന്ത്രിച്ച് ജീവിക്കാൻ, വികാരങ്ങളെ നിയന്ത്രിച്ച് ജീവിക്കാൻ. അത് ഹറാമുകൾ മാത്രമല്ല, ചെയ്യാൻ പറ്റാത്ത ഹറാമുകൾ മാത്രമല്ല നിയന്ത്രിക്കുന്നത്, ഹലാലുകളെ നിയന്ത്രിക്കാൻ. നമ്മൾ അധ്വാനിച്ചുകൊണ്ട് ഭക്ഷണത്തെ നമ്മൾ നിയന്ത്രിക്കുന്നത്.
നമ്മൾ വിവാഹം കഴിഞ്ഞ് നമുക്ക് എല്ലാം അനുവദനീയമായ ഭാര്യയാണ് വിട്ടുനിൽക്കുന്നത്. അങ്ങനത്തെ 30 പകലുകളിലൂടെയാണ് ഓരോ വർഷവും നമ്മളുടെ കടന്നുപോകുന്നത്. റമദാൻ നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങൾ സുഹൃത്തുക്കളെ, എന്തായാലും നമ്മളൊക്കെ റമദാൻ വരുന്നുണ്ട് എന്ന ധാരണ നമ്മളെല്ലാവരുടെയും മനസ്സിലുണ്ട്. ആരെയും മനസ്സിലാത്തത് നമ്മുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കുന്ന തത്വയിലേക്ക് എത്തിക്കുന്ന ആ പരിശുദ്ധ റമദാൻ സമാഗതമാകുന്നത് നാം സന്തോഷത്തോടെയാണോ അതിനെ ജീവിക്കുന്നത്? ഈ ഒരു ചോദ്യം മാത്രമാണ് 2 ആഴ്ചക്ക് മുമ്പിൽ റമദാൻ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിലോട് ചിന്തിക്കുന്നത്. അപ്പോൾ ഇഷ്ടത്തോടെയാണോ? നമ്മുടെ മനസ്സിലറിയാലോ, ഇഷ്ടത്തോടെയാണോ? നമ്മുടെ 11 മാസത്തെ ശീലങ്ങളെയും സ്വഭാവങ്ങളെയും പെരുമാറ്റങ്ങളെയും പ്രകൃതികളെയും മാറ്റിമറിക്കുന്ന ഒരു മാസത്തെ ജീവിക്കാൻ എത്രമാത്രം നമ്മുടെ ഭക്ഷണക്രമങ്ങൾ, നമ്മുടെ ഉറക്കം, ജീവിതത്തിലെ എല്ലാ ക്രമങ്ങളെയും മാറ്റിമറിക്കുന്ന ഒരു സന്ദർഭം സമാഗതമാകുന്നു. അതായത് വെള്ളം കുടിക്കാത്ത, കയ്യിലെപ്പോഴും വാട്ടർ ബോട്ടിലുമായി നടക്കുന്ന, സമയമായി എന്ന് അലാറം വെച്ച് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്ന, രാത്രി മുഴുവനും ഭക്ഷണ പെരുന്നാളുകളായി ആഘോഷിക്കുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു നോക്ക് നടന്നു വരുന്നു. നമ്മൾ എത്ര വിശാലമായ മനസ്സോടുകൂടെ സന്തോഷത്തോടുകൂടെ നമ്മൾ അതിനെ കാത്തിരിക്കുന്നതാണ് ഏറ്റവും വലിയ. അതിന് സാധ്യമാകുന്നതാണ് സമയമില്ലാതെ അള്ളാഹു നമ്മുടെ മനസ്സിനെ ചെയ്യാൻ വിശാലമാക്കുകയാണ്. അതാണ് എനിക്ക് അള്ളാഹു നമുക്ക് നന്മകൾ ചെയ്യുവാനുള്ള ഒരു മനസ്സ്, തിന്മകൾക്ക് വിട്ടു നിൽക്കുവാനുള്ള ഒരു മനസ്സ്. അതാണ് ഏറ്റവും പ്രധാനം. അത് ആസ്വാദനമായി മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നതാണ് അള്ളാഹുവിന്റെ ദീൻ ആസ്വദിച്ച് ജീവിക്കുക. നിസ്കരിക്കുമ്പോൾ ആസ്വദിച്ച് ജീവിക്കുക. നോമ്പ് നോക്കുമ്പോൾ അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുക. ഇത്തര വൻപത മനസ്സതിയിൽ വിശാലമാകുന്നത് ഈമാൻ, ഈമാനിന്റെ വെളിച്ചം കൊണ്ട് ആ മനസ്സ് പ്രകാശമാനമായി അള്ളാഹുവിനെ കുറിച്ചുള്ള ദൃഢവിശ്വാസങ്ങളെ കൊണ്ട് ആ മനസ്സ് ജീവനുള്ളതായിരിക്കും. ഇതിന് അവന്റെ മനസ്സ് അതുകൊണ്ട് സമാധാനമറിയുന്നു. നന്മയെ ഇഷ്ടപ്പെടുക, മനസ്സതിൽ വഴങ്ങുക. നിസ്കരിക്കാൻ വഴങ്ങിത്തിര മനസ്സ്, നോമ്പ് നോക്കാൻ മനസ്സെന്ത് ചെയ്യാൻ വഴങ്ങിത്തിര. ആ വഴങ്ങി തരാത്ത ആളുകൾ, നന്മ ചെയ്യാൻ സാധിക്കാത്ത മനുഷ്യനെ നന്മ ചെയ്യേണ്ടി വരുമ്പോഴാകുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ച് അള്ള പറഞ്ഞിട്ടുണ്ട്. കാരണം വയസ്സക്കാരുണ്ട് ആകാശത്തിലേക്ക് കയറിപ്പോയി ഒരു നിവർത്തിയില്ലാതെ, മുന്നിൽ ഒരു വഴിയില്ലാതിട്ട് നിർബന്ധിതനായി ആകാശത്തേക്ക് കയറിപ്പോകേണ്ടി വരുന്നവരുടെ ആ മനസ്സാണ് ആ പ്രയാസകരമായി ഞാൻ എന്താ ചെയ്യുക എന്ന് വിചാരിച്ച ആ വേട്ടങ്ങാറായി ബുദ്ധിമുട്ടി നിൽക്കുന്നവരെ പോലെയാണ് ഇഷ്ടമില്ലാതെ നന്മകൾക്ക് കൂടി ചിരിക്കുന്നതാണ്. അങ്ങനെയാണോ നോമ്പിന്റെ മുന്നിൽ ഇരിക്കുന്നതാണ്? എങ്ങനെയാണ് ഈ ഇഷ്ടപ്പെടുന്നത് എന്നുകൊണ്ടാണ് അടുത്ത വന്ന് നിസ്കാരം വരുമ്പോ വന്നല്ലോ എന്ന് സന്തോഷത്തോടുകൂടെ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അടുത്തൊരു റമദാനെ കുറിച്ച് പറയുമ്പോൾ ആഹ്ലാദത്തോടെ അതിനെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുന്നത് ബോധ്യതയാണ്. ഇതൊക്കെ സത്യമാണ്. ബോധ്യത അതൊരു പ്രധാന കാര്യം. നമുക്ക് ഈ സ്വർഗമുണ്ട് നരകമുണ്ട് എന്നൊക്കെ മനസ്സിൽ ബോധ്യപ്പെടുത്തുന്നതിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിയോ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ എന്ന ഒരു മനസ്സ് നമുക്കുണ്ടാവും. ഒരു റമദാൻ ഒരു ആയുസ്സിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു മഹാഭാഗ്യം. എന്താ കാര്യം അറിയില്ല. പക്ഷേ ഒരു രാത്രി എന്തായാലും പുണ്യകരമായ ഒരു 1000 മാസങ്ങളെക്കാളും ശ്രേഷ്ഠമായ ഒരു രാത്രിയാണ്. 21 രാത്രിയാണ്. ആ 21 രാത്രി ഇത്തരത്തിൽ ഒരു റമദാൻ നമ്മൾ ജീവിക്കണം. ഈ റമദാനെ മുമ്പ് നമ്മൾ മരിച്ചുപോയ അവസരം കിട്ടുകയാണ്. ദൈവത്തിനതിന് കൈകൊണ്ടിൽ അന്വേഷിച്ചത് 1000 മാസങ്ങളെക്കാളും ശ്രേഷ്ഠമായിട്ടുള്ളൊരു രാവാണ്. ആ രാവുള്ള ഒരു മാസം കടന്നു വരുമ്പോൾ സ്വാഭാവികമായി ആ നന്മ മുന്നിൽ അങ്ങനെ ആ പ്രത്യേകത ബോധ്യം വേണം. ആരോപണത്തിന് അന്ധവിശ്വാസമല്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ സൂറത്ത് തന്നെ നിശ്ചയിച്ചിട്ടുള്ള ഒരു മഹാരാത്രിയാണ്, പുണ്യരാത്രിയാണെന്ന് ബോധ്യമാണ്. മരിച്ചു പോയാൽ ഈ നന്മകളും തിന്മകളും ഒക്കെ പ്രതിഫലം അനുഭവിക്കാൻ നമ്മൾ എത്തിപ്പെടുമെന്ന ഉറച്ച ബോധം. അങ്ങനെ വരുമ്പോഴെന്തായാലും ഒരു നന്മക്ക് അവസരം കിട്ടുമ്പോൾ വല്ലാത്തൊരു സന്തോഷവും ആ നന്മ മുന്നിൽ വരുമ്പോൾ വല്ലാത്തൊരു ആഹ്ലാദവും നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഈ ബോധ്യമാണ്, ഈ ബോധ്യതയാണ് ഏറ്റവും.
രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ മനുഷ്യന്റെ ഒരു സ്വഭാവ പ്രകൃതിയാണ് വ്യക്തിയോട് മടിയാണ്. ഒരു മടി, എന്തെങ്കിലുമൊക്കെ ചെയ്യാതിരിക്കാൻ ഒഴിഞ്ഞു മാറാനും വേണ്ടിയിട്ടാണ്. ഈ മടി ഉണ്ടാവുന്നതിന്റെ അടിസ്ഥാന കാര്യം എന്തൊക്കെ ഒന്നിനോട് നമുക്ക് താല്പര്യമില്ലാതിരിക്കുമ്പോൾ തന്നെ മടിക്കാവും. താല്പര്യമുള്ള കാലത്തായിരിക്കും മടിയുന്നത്. നല്ല സ്വാദിഷ്ടമായ ഒരു ഭക്ഷണം വെക്കുന്ന സമയത്ത് മുന്നിൽ വന്നാൽ ഭക്ഷണം കഴിക്കാൻ വിളിച്ചാൽ ഓടി വരുന്നതിനോട് മടിക്കാറുണ്ട്. അത് മടിക്കാറ്. ആ ഭക്ഷണത്തിനോട് നമുക്ക് ആഗ്രഹമുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ഒരു മാസം കഴിഞ്ഞ് ചെയ്യാതെ യാത്രയ്ക്ക് ഒരു മാസം മുമ്പ് മനസ്സുകൊണ്ട് ആലോചിച്ചുകൂടി ആ യാത്ര പോകുന്നത് നമുക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ്. ഒരു റഗബത്ത് ആഗ്രഹം അതുണ്ടെങ്കിലേ പറ്റും. അതുകൊണ്ടാണ് കപടവിശ്വാസികളായ ആളുകൾക്ക് നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് മടിയാണ്. അവർ നിസ്കാരത്തിന്റെ വിളിച്ചാൽ മടിയായിട്ട് തരും. രാത്രി വെളിച്ചമില്ലാത്തൊരു കാലഘട്ടം അന്ന് പിന്നെ ആളുകൾ പള്ളിയിൽ വരുന്നവരെ രാത്രി തിരിച്ചറിയാൻ പറ്റില്ല. ഇഷ്ടാക്ക ആരാ പള്ളിയിൽ വന്ന് നോക്കിയാൽ മനസ്സിലാവും. വിളിച്ചിട്ടാവും. സുബൈക്കും പള്ളിയിൽ വന്ന് ആരാ നോക്കിയാൽ മനസ്സിലാവും. അവർ ഈ രണ്ട് ജമാഅത്തിൽ അവിടെ ഉണ്ടാവും. അവിടെ വിശ്വാസികൾ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇന്നൽ നമ്മുടെ വിശ്വാസികൾ അള്ളാഹുവിനെ അവരെന്താണ് വഞ്ചിക്കാണ്. എന്നാൽ അവർ അവരെ തന്നെയാണ് വഞ്ചിക്കുന്നത്. അവർ നിസ്കാരത്തിലേക്ക് വരുമ്പോൾ മടിയന്മാരായിട്ടാണ് അവർ വരുന്നത്. അവർ മടി റമദാൻ വരുന്ന പറയുമ്പോൾ മടി തോന്നുക അത് ഇബാദത്താണ്. കാരണം മനസ്സുകൊണ്ടത് ബോധ്യപ്പെട്ട് ഉൾക്കൊണ്ട ഒരാള് ആവേശത്തോടെ സ്വീകരിക്കും. അല്ലാത്തവരെന്തായിരിക്കും അവൻ ചെയ്യാൻ ആഗ്രഹിക്കാത്തൊരു ഭാരം അവന്റെ തലയിലേക്ക് വരുമ്പോൾ അത് അവൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതായിട്ട് അനുഭവിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് ഇതൊക്കെ ഒരു താല്പര്യമുള്ളതായി വരാൻ എന്താണ് സുഹൃത്തുക്കളെ പരിഹാരമാണ്? അത് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു ചെയ്യണമെന്നേ താല്പര്യം ഉണ്ടാവും. ചെയ്യുന്ന ആൾക്കേ താല്പര്യം ഉണ്ടാവും. ചെയ്യാത്ത നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ അങ്ങനെ മനസ്സുകൊണ്ട് സന്നദ്ധമായാൽ നല്ല അവസരങ്ങൾ തന്ന അള്ളാഹു നമ്മളെ നന്മയുടെ വഴിയിലൂടെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അമ്മാവൻ അകത്ത നൽകുന്നവർ അവിടെ നൽകുക എന്ന് പറഞ്ഞാൽ എല്ലാം അതിൽ കൊടുക്കുന്നതാണ്. ഏത് നമ്മൾ സാമ്പത്തികമായി കൊടുക്കുന്ന വിവാദത്തിൽ മാറിയില്ല. ധനപരമായിട്ടുള്ള ആരാധനകൾ അറിയിക്കുന്നു. ചക്കാത്ത്, ചപ്പാത്ത്, ജപ്പക്കാത്ത് എന്തൊക്കെ ചെലവഴിക്കരുത് അതെല്ലാം വഴി സ്വതന്ത്രമൊക്കെ കൊടുക്കുന്ന. അതേപോലെ തന്നെ ഒരു വിവാദത്തിൽ പതനീയ എന്ത് ശാരീരികമായിട്ടുള്ള ആരാധനകളും അതിൽ കൊടുക്കുന്ന. ശാരീരികമായ ആരാധനകൾ നൽകുക, നമ്മുടെ ശരീരം അമ്പാക്കി കൊടുക്കുക, നമ്മുടെ ധനം അമ്പാക്കി കൊടുക്കുക, വസ്ത്രവും നോമ്പും അതിൽ കൊള്ളുന്നതാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല വിലപ്പെട്ട കാര്യങ്ങളെ അള്ളാഹുവിൽ നൽകുന്നത്. രക്തസാക്ഷിത്വം എന്താണ്? ഒരാൾക്ക് ജീവൻ നൽകണം. അതിന്റെ അപ്പുറത്തും നൽകുന്നത് സ്വന്തം ജീവനേക്കാൾ വരുന്ന മറ്റൊന്ന് പത്രം നൽകാൻ. അതാണ് രക്തസാക്ഷിത്വം കൊണ്ടാണ് ജീവന നൽകുന്നത്. അങ്ങനെ നൽകുകയാണെങ്കിൽ ആര് നൽകിയും നാം നൽകിക്കൊണ്ടിരിക്കുക. ജീവിതത്തിൽ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുക. പോക്കറ്റിലെ പൈസ മാത്രമല്ല, അള്ളാഹുവിന് വേണ്ടി, അള്ളാന്റെ ദീനിന് വേണ്ടി, അള്ളാന്റെ പ്രീതിക്ക് വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുക. കൊടുത്താൽ എന്താ എല്ലാ വഴിയുണ്ട്. വിരോധിച്ച കാര്യങ്ങൾ വിട്ടുനിൽക്കും, കൽപ്പിച്ച കാര്യങ്ങൾ വർദ്ധിക്കും ചെയ്യാം. ഏറ്റവും നല്ലതിന് സത്യപ്പെടുത്തുക, മൗലീദിനെ അംഗീകരിക്കുക, ഖുർആനെ അംഗീകരിക്കുക, സുന്നത്തിനെ അംഗീകരിക്കുക. എന്നാൽ എന്തുണ്ടാവുന്നറിയോ? ഏറ്റവും എളുപ്പമുള്ളതിലേക്ക് അവനെ എടുത്തു വളരെ സ്വീകരിക്കാൻ. ദീനിന്റെ ജീവിതം വളരെ സൗകര്യമായി, ഒരു പ്രയാസം ഉണ്ടാകും. ഒരാൾ നിസ്സാരപ്പെടുത്താനൊക്കെ ഉറക്കം കഴിയും, നമുക്ക് ഓതാൻ തോന്നില്ല. നിസ്കാരം അറിയുന്നത് മടിയായി. റമദാൻ വരുന്നു എന്നറിയുമ്പോൾ മനസ്സിൽ ഒരു ഇടങ്ങേറാണ്. ഇത് വരാതിരിക്കാൻ മുമ്പോട്ട് ചെയ്യാം. അവിടെ ഇതിന്റെ സമയം ആഗ്രഹത്തോടെ റമദാനിലേക്ക് കടക്കാറുണ്ട്. ഇനി ഇല്ല റമദാൻ വരെയുള്ള ജമാഅത്തൊന്നും കളയാതെ ചെയ്തു ആ നിസ്കാരം ഒന്ന് ഭക്തിപൂർവ്വം നിർവഹിച്ചു. ഏതെങ്കിലുമൊക്കെ ആ പർട്ടിക്കുലർ കാലത്ത് ഒരു സുന്ദരമൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ ചോദിച്ചു നോക്കുക. അപ്പൊ നമുക്ക് താല്പര്യമുണ്ടാവും. ഈ ചെയ്യാതിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം 11 മാസം ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ താല്പര്യം കാണിക്കാത്ത ഒരാൾക്ക് എല്ലാ ആരാധനകളും സമ്മേളിക്കപ്പെടുന്ന ഒരു മാസത്തെ സ്വീകരിക്കാതെ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ഈ രണ്ടാഴ്ച സമയത്ത് നമ്മുടെ മനസ്സിലൊരു നനവ് വരാൻ, നമ്മുടെ ഭക്തികളെ ഒന്ന് നവീകരിക്കാൻ ഒരു നല്ല സമയമാണ്.
ആ ഒരു സാവകാശമുള്ള സമയത്ത് തന്നെയാണ് നമ്മൾ ഈ കാര്യം തീർത്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ വരുമ്പോൾ നമുക്ക് റമളാൻ ഏറ്റവും ആസ്വാദകരമായി ആസ്വാദത്തോടുകൂടി നമ്മൾ നിർത്തിക്കാം. അത് മാത്രമല്ല, നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെ നമ്മളോട് അള്ളാഹു കൽപ്പിച്ചൊരു കാര്യമാണ് പല പ്രകൃതിയില്ലാവാൻ. മുസ്ലിമായി കൊണ്ടല്ലാതെ മരിച്ചു പോകരുത്. മുസ്ലിമായി മരിക്കുക എന്ന് പറഞ്ഞാൽ അവസാന ജീവിതത്തിന്റെ സന്ദർഭത്തിൽ പോലും നമ്മൾ ഉൾക്കൊണ്ട ആവശ്യവും ആശയവും നിലനിർത്തി പോകുന്നുണ്ട്. അത് നിലനിന്ന് പോകണം, അത് നിലനിർത്തി പോകും. ഇതെല്ലാം പ്രതിസന്ധികളെ അതിജീവിച്ചാലാണ് ഈ മുസ്ലിം അറിയിക്കുന്നത്. എവിടെയൊക്കെ ക്ഷമിച്ചു, ആ കണക്കിന്റെ അടിയിൽ നിന്നൊക്കെ ക്ഷമിച്ചു. കച്ചവടക്കാരെ വിറ്റ സമയത്ത് അദ്ദേഹം ക്ഷമിച്ചു. കൊട്ടാരത്തിന് വലിയ പരിപ്പൊക്കെ ക്ഷമിച്ചു. ആ ക്ഷമയൊക്കെയുള്ള യൂസുഫ് നബി അലൈഹി സ്വലാം പ്രകടിപ്പിച്ച ഒരു ആശങ്കയുണ്ട്. തവപ്പനി മുസ്ലിമൻ ക്വാലിറ്റി തന്റെ കുടുംബങ്ങളിൽ വാപ്പനി വിശേഷന്മാരൊക്കെ പണം കിട്ടി ആ വലിയ മഹാസംഗമം എല്ലാ ബന്ധത്തിലും ഒരുമിച്ച് കൂട്ടി മഹാവിദ്യത്തിൽ അദ്ദേഹം എത്തിച്ചെന്ന പാസാനോട് പറഞ്ഞ് തവപ്പനി മരിക്കുമ്പോഴും മുസ്ലിമാണ്, പാലികയിൽ വിശ്വാസം പാലികയിൽ പിടിച്ചു നിൽക്കുന്നത് മരിക്കുന്നത് വരെ ഈ ഹിദായത്തിലും നന്മയിലും നിസ്കാരത്തിലും നോമ്പിലൊക്കെ നിലനിൽക്കുക എന്നൊരു വാർത്തയാണ്. അത് അള്ളാഹ് ഒരു നല്ല പര്യവസാനം ജീവിതത്തിൽ അള്ളാഹുവോട് നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്. ജീവിതത്തിൽ നല്ലൊരു പരിസമാപ്തി ജീവിതത്തിൽ ഉണ്ടാക്കി തന്നെ അള്ളാഹുവെ എന്ന് അള്ളാഹുവോട് നമ്മൾ പ്രാർത്ഥിച്ച് ചോദിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നല്ലൊരു മനസ്സോടുകൂടെ, വിശാലമായ മനസ്സോടുകൂടെ, സന്തോഷത്തോടുകൂടെ, പ്രാർത്ഥനയോടുകൂടി അള്ളാഹുവിന്റെ റമളാനിലേക്ക് എത്തിച്ചു തരണേ, ആ ദിനത്തിന്റെ പുണ്യങ്ങൾ ഞങ്ങൾക്ക് നൽകണേ എന്ന മനസ്സിന്റെ ഉള്ളിൽ പ്രാർത്ഥന വരത്തക്ക വിധത്തിൽ ആഗ്രഹത്തോടുകൂടി റമളാനിനെ സ്വീകരിക്കാൻ എല്ലാവർക്കും തൗഫീഖ് പ്രദാനം. അൽഹംദുലില്ലാഹ് ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ ജീവിക്കണമെന്ന് ഒരു നല്ല വിശ്വാസിയായിക്കൊണ്ട് തന്നെ മരണം വരികയും ഒരു നല്ല ജീവിത സമാപനം നമുക്കുണ്ടാവുക എന്നതിനെ അതിന് വേണ്ട കാര്യങ്ങളായി പഠിത്തമാൻ ഇല്ലാതുമില്ല. അള്ളാഹുവിലേക്ക് നിഷ്കളങ്കമായ ഒരു മനസ്സ്, ആത്മാർത്ഥമായ ഒരു മനസ്സ്, ആരും കാണാനല്ല പോലെ എന്റെ ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള ആ ഒരു മനസ്സിന്റെ നിരവധി എല്ലാ നന്മകളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് നല്ല ഉദ്ദേശമാകുന്നു എന്നാണ് ഏറ്റവും വേണ്ടൊരു കാര്യം. അതേപോലെ തന്നെ രണ്ടാമതൊരു കാര്യം എന്താണ്, ഒരു മോശമായ ജീവിത പരിസമാപ്തി ഉണ്ടാകുമോ എന്ന ഭയത്തോടെ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിക്കുകയാണ്. കാരണം ഏതവസ്ഥയിലാണോ മരിച്ചത് ആ അവസ്ഥയിൽ പുനർജനിക്കുന്ന അള്ളാഹിലേക്ക് വരുമ്പോ എങ്ങനെയാണോ മരിച്ചത് അങ്ങനെയാണ് വരിക. അപ്പൊ ഒരു റിസോർട്ടിൽ സൂര്യാസം ചെയ്യാൻ പോകുന്ന മരിച്ചാൽ അതേ അവസ്ഥയിൽ തന്നെയാണ് ചെയ്യാൻ. നിസ്കരിക്കാത്തതായ രീതിയിൽ മരിച്ചാൽ അങ്ങനെ തന്നെയാണ് വരിക. ഏതൊരു രീതിയിൽ കള്ളു കുടിച്ച് മരിച്ചാൽ ആ കള്ളുകളിലായിരിക്കുന്ന കല്ലോട്. അതുകൊണ്ട് നല്ല ജീവിതാവസ്ഥകളെ തുടരാൻ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചുകൊടുക്കും, അതേപോലെ തന്നെ നല്ലവരുമായുള്ള സഹവാസം, പള്ളിയിൽ പോയി നല്ല ആളുകളുമായി ബന്ധപ്പെട്ട് നല്ല ജീവിത കാര്യങ്ങളിലാണ്. അതേപോലെ തന്നെ അള്ളാഹുവോട് നല്ലൊരു ജീവിത പരിസമാപ്തിക്ക് വേണ്ടി ആത്മാർത്ഥമായി അള്ളാഹുവോട് പ്രാർത്ഥിക്കും. നല്ലൊരു വിശ്വാസിയായി മരണപ്പെട്ടു പോകാൻ വേണ്ടി അള്ളാഹുവോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും നന്മകളെ നിലനിർത്തുവാനും ആ നന്മയോടുകൂടെ തന്നെ അള്ളാഹുവിനെ കണ്ടുപിടിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും വന്നുപോയി അള്ളാഹുവിന്റെ ഭയാനകമായ നിരക്ക് രക്ഷപ്പെടാനും രഹസ്യത്തിലും പരസ്യത്തിലും നിലനിർത്തിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി ഇടകളിൽ നിന്ന് സമ്മാനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കാൺകൊള്ളുമെന്നാണ്. اللهم اغفر للمؤمنين والمؤمنات ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.